എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. റോമർ 1:17. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലത്രേ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസ ജീവിതം എന്ന് കേട്ടാൽ ഉടനെ ചിന്തിക്കുന്നത് മുഴുസമയവും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ കുറിച്ചാണ്. അവർക്കെല്ലാം വിശ്വാസ ജീവിതമാണ്. എന്നാൽ തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ പിന്നാലെ വന്നവരെല്ലാം ജീവിക്കുന്നത് വിശ്വാസത്താൽ തന്നെയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ് എന്ന് അർത്ഥം. നമുക്ക് വേറൊരു വഴിയില്ല. നീതീകരണവും വിശ്വാസം മൂലമാണ്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ എന്ന ചോദ്യം പൗലോസ് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്താൽ, നീതീകരണം പ്രാപിച്ചതും വിശ്വാസത്താൽ. 3:9 ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അതായത് വിശ്വാസികൾ വിശ്വാസത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം മനോഭാവത്തിൽ അറിയാൻ സാധിക്കും. വിശ്വാസം സംസാരത്തിൽ അറിയാം. വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലും അറിയാം. വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തിയാട്ടമാണ്. ലീപ്പിംഗ് ഇൻ ടു ദ ഡാർക്ക് എന്ന് ചിലർ പറയും. അത് ശരിയല്ല. വിശ്വാസം എന്ന് പറയുന്നത് ചാട്ടമല്ല, ഇരുട്ടുമല്ല. വിശ്വാസം ഉറപ്പുള്ള സ്ഥലമാണ്. വിശ്വാസത്തിലുള്ള മനുഷ്യന് മനോഭാവത്തിൽ വ്യത്യാസമുണ്ട്. വിശ്വാസം ഉള്ളിടത്ത് ഭയമില്ല. വിശ്വാസത്താൽ നാം ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഗോലിയാത്ത് വന്നപ്പോൾ യോദ്ധാക്കളെല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ ദൈവം മുൻപാകെ അഭിഷേകം പ്രാപിച്ച ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് ദാവീദ്. അവൻ ഭയപ്പെട്ടില്ല. അവൻ ദൈവത്തെ വിശ്വസിച്ചു. അപ്പോൾ വിശ്വസിക്കുന്നവന് ഭയം മാറിപ്പോകുന്നു. നമ്മുടെ വിശ്വാസം നമ്മുടെ സംസാരത്തിനറിയാം. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? പ്രകോപനമുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ജീവിതത്തിൻ്റെ സാധാരണ സംസാരത്തിലറിയാം വിശ്വാസം. ഇയ്യോബ് രോഗത്തിൻ്റെ നടുവിൽ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ തന്നെ ആശ്രയിക്കും. ഇത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഒരുവൻ്റെ രോഗക്കിടക്കയിൽ തൻ്റെ വിശ്വാസം വെളിപ്പെടുന്നുണ്ട്. എബ്രായ ബാലന്മാർ എരിയുന്ന തീച്ചൂളയുടെ മുൻപിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അതാണ് വിശ്വാസം. മകനെ യാഗം കഴിക്കാൻ മോറിയ മലയിലേക്ക് പോകുന്ന അബ്രഹാം, സ്വന്തം മകനെ അറുക്കുവാനുള്ള കത്തി അവൻ്റെ അരയിലുണ്ട്. മകനെ എരിക്കാനുള്ള വിറക് മകൻ്റെ തലയിലുമുണ്ട്. അങ്ങനെ പോകുമ്പോൾ അബ്രഹാം ബാല്യക്കാരനോട് പറയുന്നു, ഞാനും മകനും കൂടി യാഗം കഴിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമെന്നല്ല, ഞങ്ങൾ മടങ്ങി വരും. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഭാഷയിൽ വ്യത്യാസമുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോഴും വേദനകൾ ഉണ്ടാകുമ്പോഴും തുമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്.
ഇന്ന് നമ്മളെ കാണുന്ന ലോകം ഇത് അറിയണം. എല്ലാവരും പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാനല്ല നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളി. പ്രശ്നങ്ങൾക്ക് നടുവിൽ സൗമ്യതയോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി. ഏതു ഭാഷയാണ് നാം സംസാരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ അറിയാം. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വാളിൻ്റെ വായ്ത്തലയ്ക്കൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു, സിംഹത്തിൻ്റെ വായ് അടച്ചു. അപ്പോൾ വിശ്വാസത്തിന് വലിയൊരു പ്രവൃത്തിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാകുന്നു. വിശ്വസിക്കുന്നവർക്ക് നിശ്ചയമായും ഒരു പ്രവൃത്തിയുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ തീരത്ത് വന്നപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുമ്പോൾ വെള്ളം രണ്ടാകും. വെള്ളം മാറാൻ അവർ കാത്തു നിന്നില്ല. അവർ ചവിട്ടിയപ്പോൾ വെള്ളം നീങ്ങി. വെള്ളം നീങ്ങാൻ നോക്കി നിൽക്കുന്നതല്ല വിശ്വാസം. ഒഴുകുന്ന വെള്ളത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ചവിട്ടുന്നതാണ് വിശ്വാസം. അങ്ങനെയുള്ളവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം ദൈവമക്കൾ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോൾ ദൈവം അവരെ ആദരിച്ചിട്ടുണ്ട്. ദൈവം വിശ്വാസത്തെ ആദരിക്കുന്ന ദൈവമാണ്. വിശ്വാസത്താൽ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ വിശ്വാസത്തെ ദൈവം ആദരിക്കും. യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്നാൽ 7 വട്ടം വലം വെച്ചാൽ വിശ്വസിച്ച് നടക്കുന്നവർക്ക് വേണ്ടി ദൈവം കോട്ട ഇടിക്കും. എപ്പോൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് ഗമിക്കുമോ അപ്പോൾ ദൈവം പ്രവർത്തിക്കും. വിശ്വാസത്തിന് ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലല്ല, 22-ാം നൂറ്റാണ്ടിലും നമ്മുടെ ജീവിതം വിശ്വാസത്താലാണ്. ജീവിക്കുന്നത് വിശ്വാസത്താലാകുന്നു എന്നല്ല, ജീവിതം വിശ്വാസത്താൽ. നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ് കൊണ്ടാണ്, ജോലി കൊണ്ടാണ്, ആരോഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറയാം. ജീവിക്കുന്നത് വിശ്വാസത്താൽ ആയിരിക്കണം. ജോലി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആദായവും വരുമാന മാർഗവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു വേദഭാഗം റോമർ 1:17 നവീകരണത്തിലേക്ക് സഭയെ കൊണ്ടുവരാൻ ദൈവം മാർട്ടിൻ ലൂഥറിനെ പ്രേരിപ്പിച്ച വാക്യം ഇതാണ്: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ഉണ്ടാകുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം കർത്താവിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, എനിക്ക് വേണ്ടി ജീവിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. അനേക ഭക്തന്മാരുടെ ജീവിതം നമുക്കത് തെളിവായിട്ടുണ്ട്. വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവം എന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അനേകം അനാഥ കുഞ്ഞുങ്ങളെ പോറ്റിയ ജോർജ് മുള്ളറെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു തീരുമാനമുണ്ടായിരുന്നു: ഒറ്റ ബ്രോഷർ പോലും അടിക്കില്ല. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പോറ്റി, ഒരു ബ്രോഷർ പോലും അടിച്ച് പരസ്യം ചെയ്തിട്ടില്ല, ആരോടും ആവശ്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തെ പോറ്റി. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാവാം, എന്നാൽ അത് ദൈവം സാധിപ്പിക്കും എന്ന വിശ്വാസത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അസാധ്യതകളുടെ മധ്യത്തിൽ നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ജനുവിനായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമുണ്ടെന്ന വിശ്വാസത്തോടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ. ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ജോർജ് മുള്ളറിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം എന്നും വിശ്വാസത്തെ ആദരിക്കുന്നു.
അങ്ങനെ ജീവിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുവാൻ അവിടുന്ന് ഇടയാക്കരുത്, തളർന്നു പോകുവാൻ അനുവദിക്കരുത്. അവിടെ ഞങ്ങളുടെ കരങ്ങളെ പിടിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി നൽകണമേ. ഇന്നത്തെ പകൽക്കാലം ദൈവം തമ്പുരാൻ്റെ കരുതലും കൃപയും കൂടെ ഇരുന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അടിയങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ. ആവശ്യങ്ങളെ അവിടുന്ന് ആദരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ പോറ്റണമേ. പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. പ്രധാനമായും കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴിയും വാതിലുമൊക്കെ അവിടുന്ന് തുറന്ന് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് വഴി നടത്തണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.